ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കാന്താരി മുളകും ചെറിയ ഉള്ളിയും കൊണ്ടിട്ട് ഒരു രസം ഉണ്ടാക്കിയാലോ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവായി എല്ലാവരും കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. കാന്താരി മുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇട്ട് കൊടുക്കാം. ഇതിലിനി ഞാൻ മുളക് പൊടി ചേർക്കത്തില്ല കേട്ടോ. കാന്താരി മുളക് നല്ല എരിവല്ലേ, ഇനി മുളക് പൊടി ചേർക്കത്തില്ല. ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ചതഞ്ഞിട്ടേ ഉള്ളതല്ല, അപ്പോൾ ഒത്തിരി ഒന്ന് വഴളാനുണ്ട്. ഇതിൽ കൂടി തന്നെ നമുക്ക് 1 ടീസ്പൂണ് ഇതിട്ട് കൊടുക്കുക, ഉലുവാപ്പൊടി. 1 അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ അളവുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് നമ്മുടെ ഒരു ഉദ്ദേശം വെച്ച് ഇടുക. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ചെറിയ ഉള്ളി ഇട്ടയ്ക്കുന്നത് കൊണ്ട് വെളുത്തുള്ളി വേണമെന്നില്ല, പക്ഷേ ഞാൻ ഇച്ചിരി ഇടുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഞാനൊരു ലേശം ഇട്ട് ഇതിൽ കൂടെ വാട്ടി എടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ചില്ലേ, കൈകൊണ്ട് ഞെരടി വെച്ചിട്ടുള്ള തക്കാളി കൂടെ നമുക്ക് അതിലിട്ട് കൊടുക്കാം. നമുക്ക് പുളിയുടെ അളവനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച് വരാറാകുമ്പോൾ നമുക്ക് മല്ലിയിലയും കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രസം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിൽ കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിൽ നമുക്ക് കുറച്ച് ഇതിൻ്റെ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. ഇതും ഓപ്ഷനിലാണ്, വേണമെന്നുള്ളവർക്ക് മതി. കുറച്ച് മല്ലിയിലയും കൂടെ. അപ്പോൾ നമ്മുടെ കാന്താരി ഉള്ളിയും കൂടെയുള്ള അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ സൂപ്പർ കാന്താരി ചെറിയ ഉള്ളി നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റിയാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കുന്നവർക്ക് കഴിക്കാനായിട്ട്. എരിവും പുളിയും എല്ലാം ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.